ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ ശ്രുതിയും ശ്രുതിയും എല്ലാവരും, അതായത് ചന്ദ്രോദയത്തിൽ എല്ലാവരും കൂടിയിട്ട് ശ്രുതിക്ക് പൈസ കിട്ടിയതിൻ്റെ കാര്യത്തിലും ചർച്ചയിലാണല്ലോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ എങ്ങനെയൊക്കെയോ നുണ പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അവൻ്റെ അമ്മായിച്ചൻ, അതായത് ശ്രുതിയുടെ അച്ഛനാണ് പൈസ കൊടുത്ത് പറഞ്ഞ് പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ അപ്പോൾ സച്ചി ചോദിക്കേണ്ടത് നിൻ്റെ അക്കൗണ്ടിലേക്കാണോ പൈസ വന്നതെന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ അതേ പറയുന്നുണ്ട്. അപ്പോൾ സച്ചിക്ക് തീരെ വിശ്വാസമില്ല. അപ്പോൾ സച്ചി പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ്, ഓട്ടം പോവാണ്. അപ്പോൾ രേവതി പിന്നാലെ വന്നിട്ട് നോക്കുമ്പോൾ സച്ചി അവിടെ അങ്ങനെ പുറത്ത് ആലോചിക്കണം. അപ്പോൾ രേവതി ചോദിക്കും, നിങ്ങൾ ഇവിടെ വന്ന് ആലോചിക്കണം? അല്ല രേവതി, എന്തോ ഒരു കൺഫ്യൂഷൻ ഇല്ലേ? അവൻ്റെ ഇളയച്ചൻ പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്ത് കൺഫ്യൂഷൻ? ശ്രുതിയുടെ വൈഫിൻ്റെ അച്ഛൻ, ശ്രുതിയുടെ അച്ഛൻ അവിടുന്ന് കൂട്ടുകാരൻ മുഖാന്തരം ഇളയച്ചന് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇളയച്ചൻ അങ്ങനെ ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ എന്തത്ര കൺഫ്യൂഷൻ ചോദിക്കാണ് രേവതി. അല്ല എന്തോ ഒരു കള്ളത്തരമില്ലേ? ഞാനത് എന്തായാലും കണ്ടുപിടിക്കുന്നൊക്കെ പറയണം. അപ്പോൾ സച്ചിയേട്ട ദയവ് ഇതിപ്പോൾ ഈ കുടുംബം ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും, നിങ്ങളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയണം. എന്താ രേവതി, ഞാനാണ് കുഴപ്പക്കാരൻ? നീ അച്ഛനും അച്ഛമ്മയൊക്കെ പറയുന്നത് ഞാൻ അനുസരിക്കാറില്ല, ഇപ്പോൾ നീ പറയുന്നത് ഞാൻ അനുസരിക്കാറില്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓട്ടം പോയിട്ട് പോകാമെന്ന് പറയണേ രേവതി. പിറ്റേ ദിവസം രാവിലെ ഭക്ഷണം കഴിക്കുക എന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുകയാണ് രേവതിയോട്. അപ്പോൾ മുട്ടക്കറി ഉണ്ടെന്ന് പറയണം. അങ്ങനെ എല്ലാവരും കഴിക്കാതിരിക്കുമ്പോൾ ശ്രുതി വന്നിട്ടില്ല. അപ്പോൾ ചന്ദ്ര പറയാണ് ഞാൻ അവരെ വിളിച്ചിട്ട് വരാം, നീ വിളിക്കേണ്ട പറയണം. അങ്ങനെ ചന്ദ്ര പോയിട്ട് ശ്രുതിനും മക്കളെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ സച്ചി പറയണം, കണ്ടില്ലേ അച്ഛാ, 25 ലക്ഷത്തിൻ്റെ സ്നേഹം കണ്ടില്ലേ എന്ന് പറയണം. അപ്പോൾ ശ്രുതി കൂടി വന്നിരുന്നു. അപ്പോൾ ശ്രുതി പറയണം, അച്ഛാ എനിക്കൊരു 25 ലക്ഷം കൂടി വരാനുണ്ട് എന്ന് പറയാണ് ശ്രുതി. 25 ലക്ഷം കൂടി നിനക്ക് വരാനുണ്ടോ? സന്തോഷം, എന്നാലും നീ അച്ഛൻ്റെ പൈസ കൊടുക്കേണ്ടത് നിന്നെ മര്യാദയായിരുന്നു എന്നൊക്കെ പറയാണ്. എന്നിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് രേവതിയോട് ചന്ദ്ര പറയും, നീ ശ്രുതിക്ക് വിളമ്പണ്ട, ഞാൻ വിളമ്പിക്കോളാം പറഞ്ഞിട്ട് ചന്ദ്രമതി രണ്ടുപേർക്ക് വിളമ്പി കൊടുക്കണം. ശ്രുതിക്ക് 2 മുട്ടയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവൻ കഴിക്കണിട്ട് മോനെ എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയുക വീണ്ടും, കണ്ടില്ലേ 25 ലക്ഷത്തിൻ്റെ സ്നേഹം, മുട്ട തീറ്റിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിയോട് പറയാണ്, പറലട്ടത്തി നിങ്ങളിത് കഴിക്കാൻ പാടുമോ? നിങ്ങൾക്ക് 48 ദിവസത്തെ വ്രതമില്ല, വ്രതം മുറിയാതെ നിങ്ങൾക്ക് നോണൊക്കെ കഴിക്കാൻ പാടുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്ര പറയണേ ശരിയാണല്ലോ രേവതി, ഇവൾക്കിത് കഴിക്കാറില്ല, എന്നിട്ട് നീ എന്തിനാ അത് ഉണ്ടാക്കി ചോദിക്കണം. അപ്പോൾ രേവതി പറഞ്ഞു, ശ്രുതിക്കുള്ള കഞ്ഞിയും ഉപ്പിടാത്ത കഞ്ഞിയും ചമ്മന്തി ഞാനവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറയണം. അപ്പോൾ ശ്രുതിയോട് ചന്ദ്ര പറയും, മോളത് കഴിച്ചാൽ മതി, ഇത് കഴിക്കേണ്ട പറയുമ്പോൾ ശ്രുതി ധർമ്മസങ്കടത്തിലാവുകയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശ്രുതി അങ്ങനെ അവിടുന്ന് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രുതി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കാൻ എടുക്കുമ്പോൾ സച്ചി പറയണ, ശ്രുതി കഴിക്കാത്ത സ്ഥിതിക്ക് ശ്രുതി നീയും കഴിക്കാൻ പാടില്ല, നീ നോണൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി ശ്രുതിയുടെ ഇതിലത്തെ മുട്ട എടുത്തിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്തിനാ സച്ചിയേട്ടാ, അത് ശ്രുതിയേട്ടൻ കഴിച്ചോട്ടെ പറയണം. അപ്പോൾ ശ്രുതി പറയണം, അല്ലടാ അവൻ കഴിച്ചോട്ടെ, ഈ ഡ്രൈവർമാർക്ക് ഈ മുട്ട മാത്രമല്ലേ കിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടില്ല എന്നൊക്കെ പറയണം. അപ്പോൾ സച്ചി പറയണം, അപ്പോൾ നീ ആനമുട്ട ഓലെ കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി പറയണല്ല, ഞങ്ങൾ ബിസിനസ്സുകാരൊക്കെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണ് കഴിക്കാറ് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറയുന്നത് ശ്രുതിയേട്ടൻ ബിസിനസ് തുടങ്ങിയിട്ടില്ല എന്ന് ചോദിച്ചിട്ട് അവനെ കളിയാക്കാണ്. അങ്ങനെയാണ് ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ വരുന്നത്. അങ്ങനെ ഇന്നത്തെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ, ഇന്നത്തെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർ എൻ്റെ ചാനലിന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.